ഹലോ എവ്രി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് ലൈറ്റ്. അപ്പോൾ നമ്മൾ മോർണിംഗ് എണീക്കുന്നത് മുതൽ നൈറ്റ് കിടക്കുന്നത് വരെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആവുന്നവരാണല്ലേ. അപ്പോൾ പ്രവൃത്തി ചെയ്യുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? അതിന് ഓക്സിലറി വേർബ്സിൽ പറയുന്ന 3 വാക്കുകളുണ്ട്. ഇറ്റ് ഈസ് ഡു, ഡസ്, ഡിഡ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചെയ്യുക എന്നുള്ള ഒറ്റ വാക്കിന് എന്തിനാണ് ഈ 3 വേർബ്സ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഡു ആൻഡ് ഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക ഇല്ലെങ്കിൽ ചെയ്തു എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പാസ്റ്റ്, ചെയ്തിരുന്നു എന്ന മീനിങ് ആണ് വരുന്നത്. സോ ഇത് സബ്ജക്റ്റിലോട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നോർമലി നമുക്ക് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഇങ്ങനെ 7 സബ്ജക്റ്റാണുള്ളത്. അതിൽ ഐ, യു, വി, ദേയുടെ കൂടെയാണ് നമ്മൾ ഡു ചേർക്കുന്നത്. അതേസമയം ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഡസ് ചേർക്കുന്നത്. ഇപ്പം ഞാൻ പറയുവാണ് ഐ ഡു മൈ ഹോംവർക്ക്. ഐ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു. ഐ ഡു ഞാൻ ചെയ്തു. മൈ ഹോംവർക്ക് എൻ്റെ ഹോംവർക്ക്. അപ്പോൾ എൻ്റെ ഹോംവർക്ക് ഞാൻ ചെയ്തു. ഇനി അതേസമയം ഹി, ഷീ, ഇറ്റിലോട്ട് എടുക്കുമ്പോഴോ ഹി ഡസ് ഹിസ് ഹോംവർക്ക്. ഹി ഡസ് എന്ന് പറയുമ്പോൾ അവൻ ചെയ്തു. ഹിസ് ഹോംവർക്ക് അവൻ്റെ ഹോംവർക്ക്. അപ്പോൾ അവൻ അവൻ്റെ ഹോംവർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ഡു ആൻഡ് ഡസ് വരുന്നത്. അതേസമയം നിങ്ങൾക്ക് വരുന്ന സെയിം കൺഫ്യൂഷനാണ്. ഓൾറെഡി സബ്ജക്ട്സ് 7 എണ്ണവും ഡൂവിനും ഡസിനും നമ്മൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഡിഡിൻ്റെ കൂടെ ആരൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരും. അപ്പോൾ ഡിഡ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഇങ്ങനെ 7 സബ്ജക്റ്റിനെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. അതായത് ഡിഡിൻ്റെ കൂടെ നമുക്ക് ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഈ കാണുന്ന എല്ലാ സബ്ജക്ട്സും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്ന് പറയാം, ഹി ഡിഡ് മൈ ഹോംവർക്ക് എന്നും നമുക്ക് പറയാം. അവിടെ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ ഇതാണ് ഡു, ഡസ്, ഡിഡ്. ഒരു പ്രവൃത്തി ചെയ്യുക എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡു, ഡസ്, ഡിഡ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഡു, ഡസ് ചെയ്യുക എന്നും ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ആയതുകൊണ്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഐ ഡിഡ് മൈ ഹോംവർക്ക് എന്നാണെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തിരുന്നു എന്ന മീനിങ് ആണ് വരുന്നത്. താങ്ക് യു.